കൗസ്തുഭം വീട്ടിൽ വലിയ മകൻ അർജുൻ്റെ കല്യാണത്തിൻ്റെ ഒരുക്കങ്ങൾ നടക്കുകയാണ്. അമ്മ സാവിത്രി ഓടി നടന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അച്ഛൻ ചന്ദ്രൻ എന്തൊക്കെയോ എഴുതി കുറിക്കുന്ന പണിയിലാണ്. രണ്ടാമത്തെ മകൾ ആണ് ആരതി. അവൾ 2 വയസ്സായ മകന് ഭക്ഷണം കൊടുക്കുന്ന തിരക്കിലായാണ്. കുഞ്ഞിൻ്റെ കയ്യിൽ ഫോണുണ്ട്. ആരതി, കുഞ്ഞിന് ഇപ്പോഴേ ഇതെല്ലാം കൊടുത്ത് ശീലമാക്കല്ലേ. അച്ഛാ, ഫോൺ കിട്ടാതെ ഒരു വക അവൻ കഴിക്കില്ല. ഇപ്പോഴത്തെ അമ്മമാരുടെ ഓരോ സ്വഭാവം. ഫോണും കൊടുത്ത് കുഞ്ഞിനെ കഴിപ്പിച്ചു കഴിഞ്ഞാൽ അവരുടെ ജോലി തീർന്നല്ലോ. ചന്ദ്രൻ പറഞ്ഞുകൊണ്ട് തന്നെ പണിയിലേക്ക് മുഴുകി. ജാനു, മോനെ എടുത്തേ. ആരതി അടുക്കളക്കാരി ജാനുവിനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റു പോയി. ജാനു, ആര്യയെ കണ്ടോ? ആര്യ കുഞ്ഞ് രാവിലെ തന്നെ പോയല്ലോ. സാവിത്രി ചേച്ചി, ഈ ചെക്കനെ കൊണ്ട് ഒരു ഉത്തരവാദിത്വമില്ലാതെ ആയല്ലോ ഈശ്വര. ബുള്ളറ്റിൽ ചെവിയിൽ ഇയർപോഡും വെച്ച് ഹൂഡി ടീഷർട്ടും ധരിച്ച് 6 അടിയോളം ഉയരം, ജിമ്മൻ ബോഡി, ആരും ഒന്ന് നോക്കിപ്പോകുന്ന ഒരു ന്യൂ ജെന്മാൻ ഒരു ഓഫീസിന് മുന്നിൽ വന്നു നിന്നു. നേരെ ഒരു ക്യാബിനിലേക്ക് കയറി ചെന്നു. അവിടെ കമ്പ്യൂട്ടറിൻ്റെ മുകളിൽ ഇരിക്കുന്നവൻ എഴുന്നേറ്റ് കൊടുത്തു. അവൻ ആ കസേരയിലേക്ക് ഇരുന്നു. പിന്നെ അവൻ്റെ വിരലുകൾ പിയാനോയിൽ മ്യൂസിക് എടുക്കുന്നത് പോലെ താളത്തിൽ ചലിച്ചു. 10 മിനിറ്റ് കൊണ്ട് അയാൾ നൽകിയ പണവുമായി തിരിച്ചിറങ്ങി. ഇവനാണ് ചന്ദ്രൻ്റെയും സാവിത്രിയുടെയും അവസാന സന്തതി ആര്യൻ. എല്ലാം ഒരു തമാശയിലൂടെ കൊണ്ടു നടക്കുന്നു. ഇവന് ഗെയിമിലും IT മേഖലയിലും അതീവ ബുദ്ധിമാനാണ്. കയ്യിൽ കിട്ടിയ പണവുമായി നേരെ പോയത് വലിയൊരു മാളിലേക്കാണ്. അവിടെ ഉള്ളതിൽ ഏറ്റവും വില കൂടിയ ഷർട്ടും ഷൂവും വാങ്ങി കിട്ടിയ പണം മുക്കാലും കാലിയാക്കി ഇറങ്ങി. മറ്റൊരിടത്ത്, തരുണി ചേച്ചി, ഇതെനിക്ക് ഇഷ്ടമായി. ഒരു ലഹങ്ക പൊക്കിക്കൊണ്ട് താര അങ്ങോട്ട് വന്നത്. മോളെ, ഇതിൻ്റെ നിറം മങ്ങിയ പോലെയില്ലേ? ഈ കളർ ഒരു കുഴപ്പവുമില്ല, ഇത് പാക്ക് ചെയ്തോളൂ. ഇടയിൽ കയറി വന്നവളാണ് നമ്മുടെ നായിക തൻവി. എൻ്റെ മോളുടെ 2 ചേച്ചിമാരുടെ കല്യാണമാണ്. അവൾക്ക് ഇഷ്ടപ്പെട്ടത് ധരിക്കട്ടെ തരുണി. ഇവരാണ് സാന്ത്വനം വീട്ടിലെ രവീന്ദ്രൻ്റെയും ഭാര്യ ജയയുടെയും 3 പെൺമക്കൾ. മൂത്തവൾ തൻവി, രണ്ടാമത്തവൾ തരുണിമ, ഇളയവൾ താര 10ൽ പഠിക്കുന്നു. ആര്യയും ഫ്രണ്ട്സും ഒരു ക്ലബ്ബിൽ ഇരുന്ന് ക്യാരംസ് കളിക്കുകയാണ്. പെട്ടെന്നാണ് ഒരു പോലീസ് വാഹനം അങ്ങോട്ട് വന്നത്. ആര്യയെ പൊക്കി വണ്ടിയിലേക്കിട്ടു. സാറിന് ആൾ മാറിയതാ. എൻ്റെ ഫോൺ താ, ഞാനൊന്ന് വീട്ടിലേക്ക് വിളിക്കട്ടെ. വായ അടക്കട, വീട്ടിലേക്കൊക്കെ ഞാൻ വിളിച്ചു പറയാം. പോലീസ് ഇൻസ്പെക്ടർ അവൻ്റെ നേർക്ക് ദേഷ്യപ്പെട്ടു. ആരതി, നീ എപ്പോൾ വന്നു? ഏട്ടാ, ഞാൻ ഉച്ചക്ക് എത്തി. ഇനി കല്യാണം കഴിഞ്ഞേ പോകൂ, ആരതി അർജുനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. അച്ഛൻ എന്താ ഈ കണക്ക് കൂട്ടുന്നത്? അർജുൻ ചോദിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിരുന്നു. അച്ഛാ, കല്യാണത്തിന് എൻ്റെ ബിസിനസ് സംബന്ധമായ ഒരുപാട് വലിയ വലിയ ആളുകളൊക്കെ ഉണ്ടാകും. ഒന്നിനും ഒരു കുറവും വരുത്തരുത്. ഇത് 20 ലക്ഷമുണ്ട്. ഇനി എന്ത് ആവശ്യമുണ്ടെങ്കിലും പറഞ്ഞാൽ മതി. എൻ്റെ മോൻ്റെ കല്യാണം ഗംഭീരമാക്കണം. ചന്ദ്രൻ മകൻ്റെ പൊസിഷൻ അഭിമാനം തോന്നി. ആര്യ എവിടെ അച്ഛാ? അവൻ കൂട്ടുകാരുടെ കൂടെ കറങ്ങി നടക്കുന്നുണ്ടാകും. ഈ സമയമാണ് ചന്ദ്രൻ്റെ ഫോണിലേക്ക് കോൾ വരുന്നത്. ചന്ദ്രൻ ഫോൺ ചെവിയിൽ വെച്ചു. ഞങ്ങൾ വരാം. എന്തേ അച്ഛാ? നിൻ്റെ അനിയൻ പോലീസ് സ്റ്റേഷനിലുണ്ടെന്ന്, അവിടെ നിന്ന് വിളിച്ചതാണ്. ചന്ദ്രനും അർജുനും കൂടി പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. സാവിത്രി ആകെ അസ്വസ്ഥതയോടെ സിറ്റ് ഔട്ടിൽ ഇരിക്കുകയാണ്. അമ്മ, ആര്യൻക്ക് ഒന്നും ഉണ്ടാവില്ല. അച്ഛൻ ഇപ്പോൾ വരും. അവനെയും കൊണ്ട് ആരതി അമ്മയെ ആശ്വസിപ്പിക്കുകയാണ്. ആര്യൻ്റെ ബുള്ളറ്റ് ഗേറ്റ് കടന്ന് വരുന്നത് കണ്ടതും സാവിത്രിയും ആരതിയും മുറ്റത്തേക്ക് ഇറങ്ങി നിന്നു. അവർ ഒന്നും ചെയ്തില്ലല്ലോ എൻ്റെ കുഞ്ഞിനെ. ബുള്ളറ്റിൽ നിന്ന് ഇറങ്ങിയതും സാവിത്രി ആര്യയെ തൊട്ടും തലോടിയും ചോദിക്കുകയാണ്. പിന്നിലായി ലക്ഷറി കാറിൽ നിന്നും അർജുനും ചന്ദ്രനും ഇറങ്ങി വന്നു നിൻ്റെ മോൻ. ഇതിനെയൊക്കെ എന്തിനാ വളർത്തി വലുതാക്കിയത്? കണ്ട പോലീസ് സ്റ്റേഷനിൽ ഞെരങ്ങി ഇറങ്ങാനായിട്ട്. ചന്ദ്രൻ ആര്യയെ പുച്ഛിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. നോക്ക് ആര്യ, ഇനി എന്നെ കിട്ടില്ല. ഈ ലോ ക്ലാസ് പിള്ളേരുമായി നിൻ്റെ കൂട്ടും പോലീസ് കേസിൻ്റെ പിറകെ നടക്കലും. അർജുൻ ആര്യയെ പുച്ഛിച്ചുകൊണ്ട് അച്ഛൻ്റെ പിറകെ പോയി. അമ്മ, ഞാനൊന്നും ചെയ്തിട്ടില്ല. ആൾ മാറി എന്നെ കൊണ്ടുപോയതാണ്. ആര്യ തൻ്റെ ഭാഗം ക്ലിയർ ആക്കാൻ ശ്രമിക്കുന്നുണ്ട്. നീ അച്ഛനെ ദേഷ്യം പിടിപ്പിക്കാതെ പോയി കുളിച്ചിട്ട് വാ. ഞാൻ ഭക്ഷണം എടുത്തു വെക്കാം. ആര്യ അവൻ്റെ മുറി തുറന്ന് അകത്തേക്ക് കയറി. ലൈറ്റ് ഇടാൻ തപ്പിത്തടഞ്ഞ് നടന്നതും അവൻ്റെ കാൽ തട്ടി റോക്ക് സോങ് മ്യൂസിക് പ്ലെയറിൽ നിന്നും ഉച്ചത്തിൽ ഉയർന്നു. അവൻ ബെഡിലേക്ക് ഇരുന്ന് ഒരു കാലിലെ ഷൂ അഴിച്ച് ഒരു സൈഡിലേക്ക് എറിഞ്ഞു. മറ്റേ കാലിലേത് എറിഞ്ഞത് കട്ടിലിൻ്റെ അടിയിലേക്കും. ആ റൂമിൻ്റെ അവസ്ഥ കണ്ടാൽ പട്ടി പോലും വെള്ളം കുടിക്കില്ല. അതുപോലെയാണ്. ബെഡ്ഷീറ്റും തലയണയും ഓരോ മൂലയിൽ, ഡ്രസ്സെല്ലാം ഒന്നാകെ വലിച്ചുവാരി ഇട്ടിരിക്കുന്നു. ആരതി ആ റൂമിലേക്ക് കയറി വന്നു. എൻ്റെ ആര്യ, നിനക്കൊന്ന് നന്നായിക്കൂടെ? അച്ഛനെ ഇങ്ങനെ പ്രഷർ കൂട്ടാതെ. ഞാൻ എന്ത് ചെയ്തേ? പോലീസുകാർ തേടിയവരെ കിട്ടിയില്ലെങ്കിൽ കണ്ടവരെ കൊണ്ടുപോകുന്നവരാ. ഇതും അതുപോലെ തന്നെ. ആൾ മാറിയതാ അവർക്ക്.
ഓ എന്താടാ ഇത്, ചന്തയിൽ പോയ പോലെ ഉണ്ടല്ലോ. ആരതി അവൻ്റെ സാധനങ്ങളെല്ലാം അടുക്കി പെറുക്കി വെക്കാൻ നോക്കുകയാണ്. അതെ ചേച്ചി, ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് വന്ന് ഇവിടെ ഭരിക്കല്ലേ. എൻ്റെ ഒരു സാധനം തൊട്ടാലുണ്ടല്ലോ. ഹോ, നിൻ്റെ ഈ കാടിൻ്റെ ഉള്ളിൽ എന്ത് നിധിയാണോ എന്തോ. ചേച്ചി പോയാട്ടെ, എനിക്ക് ജോലിയുണ്ട്. നിനക്കൊക്കെ ജോലിയോ? ആരതി അവനെ പുച്ഛിച്ചുകൊണ്ട് ചോദിച്ചു. അതെ, വെറും 10 മിനിറ്റ് പണി കൊണ്ട് ഇന്ന് കയ്യിൽ തടഞ്ഞത് 10,000 അതെന്ത് ജോലി? അതൊക്കെയുണ്ട്. എനിക്ക് നല്ല സ്ട്രോങ് ചായ എടുത്തേ ചേച്ചി പ്ലീസ്. ആരെ പറ്റിച്ച പണിയാണോ എന്തോ. ആരതി പിറുപിറുത്തുകൊണ്ട് മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി. അർജുൻ്റെ ഫോണിൽ റിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ ബാത്റൂമിൽ നിന്നും ഇറങ്ങി ഒരു പുഞ്ചിരിയോടെ കോൾ എടുത്തു. ഹലോ അർജുൻ, ഞാൻ എത്ര നേരമായി വിളിക്കുന്നു. ആ തൻവി, ഞാൻ വാഷ്റൂമിലായിരുന്നു. അതെ, ആരതി ചേച്ചി വിളിച്ചിരുന്നു. ഒന്നിച്ച് കല്യാൺ ഡ്രസ്സ് എടുക്കാൻ പോകാമെന്ന് പറഞ്ഞു. അർജുൻ വരില്ലേ? പിന്നെ വരാതെ നമുക്കൊന്നിച്ച് പോകാം. പിന്നെ ഇവിടെ 2 മക്കളുടെ കല്യാണമല്ലേ. തരുണിക്ക് കൊടുക്കുന്നത് പോലെ സ്വർണവും പണവും എനിക്കും തരണമെന്നുണ്ട് അച്ഛന്. അർജുൻ ഒന്നും വാങ്ങാൻ തയ്യാറല്ലാത്തത് കൊണ്ട് അച്ഛൻ ഒരു 10 ലക്ഷം അർജുൻ്റെ അക്കൗണ്ടിൽ ഇടണമെന്ന് പറയുന്നുണ്ട്. തൻവി, 10 ലക്ഷം? അർജുൻ പുച്ഛച്ചിരിയോടെ എടുത്തു ചോദിച്ചു. എന്തേ അർജുൻ? അതെ തൻവി, തനിക്ക് എൻ്റെ പൊസിഷൻ ഇപ്പോഴും അറിയില്ല എന്ന് തോന്നുന്നു. ഈ അടുത്തായി ഞാൻ എൻ്റെ ബെഡ്റൂം അറേഞ്ച് ചെയ്തിരുന്നു. അതിൽ ഞാൻ അറേഞ്ച് ചെയ്ത ഓരോ ഫർണിച്ചറും എത്ര ലക്ഷത്തിൻ്റേതാണെന്ന് നിനക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല. തൻവി, താൻ എന്താ മിണ്ടാതെ ഇരിക്കുന്നത്? അത് അർജുൻ പറയുന്നത് കേൾക്കുകയായിരുന്നു. സത്യത്തിൽ അർജുൻ്റെ ഈ തുറന്നു പറച്ചിൽ തൻവിക്ക് വല്ലാതെ ഷോക്കായി പോയിരുന്നു. നോക്ക് തൻവി, തൻ്റെ സ്മാർട്ട്നെസ്സും ബ്രില്യൻസും കണ്ടിട്ടാണ് തന്നെ ഞാൻ ഇഷ്ടപ്പെട്ടത്. ഈ മിഡിൽ ക്ലാസ് ആളുകളോട് എനിക്ക് പ്രത്യേകിച്ച് അടുപ്പമൊന്നുമില്ല. ശരി അർജുൻ, ഞാൻ വിളിക്കാം. ഓക്കെ. തൻവി വേഗം ഫോൺ കട്ട് ചെയ്തു കളഞ്ഞു. അവൾ ഫോണും പിടിച്ച് അങ്ങനെ ഇരുന്നു പോയി. രവിയേട്ടൻ ഉറങ്ങിയില്ലേ? ജയ ഒരു ഉറക്കം കഴിഞ്ഞ് ഉണർന്നപ്പോഴും കാണുന്നത് ബെഡിൽ ചാരിയിരിക്കുന്ന രവിയെയാണ്. ജയ, ഞാൻ തനുവിനെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു. എത്ര കല്യാണാലോചനകൾ വന്നിരുന്നു. ഒരു ചെക്കനെയും അവൾക്ക് പറ്റില്ലായിരുന്നു. അവളെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോഴും ശരിയാണ്. എല്ലാ കാര്യത്തിലും ഫസ്റ്റ് ആയിരുന്ന അവൾക്ക് അതേ രീതിയിലുള്ള പങ്കാളിയെ കിട്ടാൻ ആഗ്രഹിക്കുക എന്നത് തെറ്റില്ലല്ലോ. ഏതായാലും നല്ല പയ്യനെ തന്നെ കിട്ടി. നല്ല ബ്രില്യൻ്റാണ് അർജുൻ. നല്ല ഫേമസ് കമ്പനിയിൽ MD പോസ്റ്റ് കിട്ടാമെന്നൊക്കെ പറഞ്ഞാൽ അത്രയും കഴിവുണ്ടായിട്ട് തന്നെയാണ്. നമ്മളുടെ മകളുടെ ഭാഗ്യം തന്നെ. തനുവിനിക്ക് പിന്നെ ചെറുപ്പം മുതലേ പറഞ്ഞു വെച്ചത് കൊണ്ട് അവൾക്കും സന്തോഷത്തിലാണ്. രവിയേട്ടൻ ഉറങ്ങാൻ നോക്കൂ. എല്ലാം ദൈവാനുഗ്രഹം കൊണ്ട് നന്നായി തന്നെ നടക്കും. ആര്യയുടെ ലൈഫ് സ്റ്റൈലാണ് രസം. പാതിരാത്രി വരെ ഇരുന്നും നടന്നും കിടന്നും ഫോണിൽ ഗെയിം കളി തന്നെ. അതിൻ്റെ ഇടയിൽ കാലും ബെഡിൽ കയറ്റി വെച്ച് കൈ നിലത്ത് കുത്തി അവൻ്റെ രീതിയിലുള്ള പുഷപ്പ്. അതും കഴിഞ്ഞ് കയ്യിൽ ലേസും പേക്കും പിടിച്ച് TV-യിലെ ഷോ കണ്ടിരുന്നു. പിന്നെ എപ്പോഴോ കോട്ടവായും ഇട്ട ഡ്രസ്സിൽ ഒറ്റ കിടത്തം. അതോടെ അന്നത്തെ ദിവസം കഴിഞ്ഞു. ഒന്നിനെക്കുറിച്ച് ചിന്തയുമില്ല. സുഖം, സ്വസ്ഥം, സമാധാനം, അത്ര തന്നെ. സാർ, ജോൺ സാറുമായുള്ള മീറ്റിംഗ് 10 മണിക്ക് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അർജുൻ്റെ PA അവൻ്റെ ക്യാബിനിലേക്ക് വന്നു പറഞ്ഞു. ഓക്കെ. അശ്വിനി മാഡം വന്നോ? ഇല്ല സാർ, മാഡം കുറച്ച് ലേറ്റ് ആകുമെന്ന് വിളിച്ചു പറഞ്ഞിരുന്നു. ഓക്കെ, ദെൻ യു ഗോ. അർജുൻ തൻ്റെ സിസ്റ്റത്തിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു. അമ്മ, അച്ഛൻ എവിടെ? മോനെ, അച്ഛൻ ആര്യയുടെ കൂടെ ടൗണിൽ പോയതാണ്. ആര്യയുടെ കൂടെ? എന്തിലാ പോയത്? അവൻ്റെ ബൈക്കിൽ. എൻ്റെ അമ്മ, ഈ അച്ഛൻ്റെ ഒരു കാര്യം. അച്ഛൻ ഇങ്ങനെ ബൈക്കിലൊക്കെ ആളുകൾ കണ്ടാൽ എന്നെക്കുറിച്ചുള്ള ഇംപ്രഷൻ എല്ലാം പോവില്ലേ? എന്താ അമ്മ, ആര്യനെ ബുദ്ധിയില്ല. അച്ഛനെങ്കിലും എൻ്റെ സ്റ്റാറ്റസ് കളയാഞ്ഞാൽ വലിയ ഉപകാരമായിരുന്നു. അർജുൻ ദേഷ്യത്തോടെ ഫോൺ കട്ട് ചെയ്തു കളഞ്ഞു. ഹലോ അർജുൻ. ആ മാഡം, തൻ്റെ ഇമെയിൽ കണ്ടോ? എന്തേ 15 ഡേയ്സ് ലീവ്? എന്തെങ്കിലും അർജൻറ്റുണ്ടോ? ആ മാഡം, എൻ്റെ വിവാഹമാണ്. വാട്ട്? അശ്വിനിയുടെ ഉച്ചത്തിലുള്ള ശബ്ദം ഫോണിലൂടെ വന്നതും അർജുൻ ഫോൺ ചെവിയിൽ നിന്നും അകത്തിവെച്ചു. മാഡം, എന്തേ? പിന്നെ അവൻ ശബ്ദം കുറച്ച് തിരിച്ചു ചോദിച്ചു. അശ്വിനി ഫോൺ കട്ട് ചെയ്തു ഫോൺ ടേബിളിലേക്കിട്ട് ചെയറിലേക്ക് ചാരിയിരുന്നു. തൻവിയെയും കൂട്ടി ആരതി മോളിലേക്ക് വന്നതാണ്. അവൾക്ക് കല്യാൺ ഡ്രസ്സും മറ്റും എടുക്കാനായിട്ട്. തൻവി, അർജുനെ വിളിച്ചു നോക്ക്. അവൻ 15 മിനിറ്റിനുള്ളിൽ എത്താമെന്ന് പറഞ്ഞതല്ലേ. ഈ സമയം അർജുൻ അശ്വിനിയുടെ ക്യാമ്പിലേക്ക് ചെന്നു. ഡോറിൽ മുട്ടി. യെസ് കമ്മിങ്. ഉള്ളിൽ നിന്നും അനുവാദം വന്നതും അർജുൻ ക്യാമ്പിലേക്ക് കയറി. അശ്വിനി ഒന്നും മിണ്ടാതെ മുന്നിലുള്ള ചെയറിലേക്ക് ചൂണ്ടിക്കാണിച്ചു. അർജുൻ അതിലേക്കിരുന്നു. മാഡം അപ്സെറ്റ് ആണല്ലോ. എന്തെങ്കിലും പ്രോബ്ലം? ആ, പ്രോബ്ലം ഉണ്ട്. അർജുൻ അറിയോ, 4 വർഷമായി ഞാൻ അർജുനെ പ്രണയിക്കാൻ തുടങ്ങിയിട്ട്. അർജുൻ ഒന്ന് ഞെട്ടി അശ്വിനിയെ നോക്കി.